السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും ദാനധർമ്മങ്ങളൊക്കെയും അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ നാടുകളിലും നമ്മുടെ വീടുകളിലും മാർക്കറ്റുകളിലുമെല്ലാം ചർച്ച ചെയ്യുന്നത് ശക്തമായ ചൂടിനെ കുറിച്ചാണ്. വിദേശത്തുള്ള നമ്മുടെ മക്കൾ പോലും വിളിച്ചു ചോദിക്കുന്നുണ്ട്, നാട്ടിൽ ഭയങ്കര ചൂടാണല്ലോ. മാത്രമല്ല, ആരോഗ്യ പ്രവർത്തകരും സർക്കാരുമൊക്കെ ഈ വർഷത്തെ നോമ്പുകാർക്ക് ഈ ചൂട് വളരെ പ്രയാസകരമാണ്, അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കണം, നിർജ്ജലീകരണം ഉണ്ടാകും, ഇങ്ങനെയുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് ഈ ശക്തമായ ചൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നരകത്തെയാണ്. നരകത്തിൻ്റെ ചൂടിനെയാണ് ഈ ചൂടുള്ള പകലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുള്ളയുടെ ഭരണകാലം, അദ്ദേഹം ഒരു ചൂടുള്ള പകലിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ചൂടിന്റെ കാഠിന്യത്താൽ ആടുമാട് ഒട്ടകങ്ങളെല്ലാം വൃക്ഷങ്ങളുടെ തണലുകളിലേക്ക് ഒതുങ്ങുകയാണ്. പാവം നാൽക്കാലി മൃഗങ്ങൾക്ക് പോലും ആ ചൂട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുള്ള കണ്ണുകൾ നിറയുകയും വിതുമ്പുകയും ചെയ്യുന്നത് കണ്ടിട്ട് അദ്ദേഹത്തോട് ഒരു അനുചരൻ ചോദിച്ചു, മാ തുബ്കീത യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്തിനാണ് സങ്കടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് ചോദിക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുള്ള പറഞ്ഞത്, അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത്, ഈ ചൂട് നാൽക്കാലി മൃഗങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന നരകാഗ്നിയുടെ ചൂട് എത്ര വലുതായിരിക്കുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞുപോയത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ളുഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് അതിശക്തമായ ചൂടുള്ള ഒരു പകലിൽ പ്രവാചകൻ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ വരെ ഇങ്ങനെ പുറത്തേക്കിറങ്ങി ശ്രദ്ധിക്കുകയാണ്. റസൂല് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയാണ്, അന്നാറു അശദ്ദു ഹർറാ, അന്നാറു അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് ഈ ചൂടിനേക്കാൾ അതിഭയാനകമാണ് അനുചരന്മാരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം, നരകത്തിന്റെ ഉള്ളിലെ അതിശക്തമായ ചൂട് കൊണ്ട് ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹാ, നരകം അതിന്റെ ഭയാനകമായ ചൂടും അതിന്റെ പ്രതിസന്ധിയും കണ്ടിട്ട് നരകം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു, അകല ബഅലി ബഅല, അതിശക്തമായ ചൂട് കൊണ്ട് നരകത്തിന്റെ ചില ഭാഗങ്ങളെ ഭക്ഷിക്കുകയാണ്. ഈ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനൊരു ആശ്വാസം കൊടുത്തു, നീ നിന്റെ ഉള്ളിലെ ചൂടിനെ ഒന്ന് പുറത്തേക്ക് നിശ്വസിക്കുക. രണ്ടാശ്വാസം ആ നരകത്തിന് നൽകുകയാണ്. അതിശക്തമായ ചൂടിന്റെ സമയത്ത് ഹാറൻ ഷദീദ, ആ നരകത്തിന്റെ ഉള്ളിലെ ഭയാനകമായ ചൂട്
ഒന്ന് നിശ്വസിക്കുമ്പോഴാണ് ഭൂമിയിലുള്ള മനുഷ്യർക്ക് അതിശക്തമായ ചൂടുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചുട്ടുപൊള്ളുന്ന ഈ ചൂടുള്ള പകലുകളെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത് നരകത്തെക്കുറിച്ചാണ്. നമ്മൾ പനി ബാധിക്കുമ്പോൾ നമ്മുടെ ശരീരം ചൂടാകാറുണ്ട്. അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പരലോകത്തിന്റെ നരകാഗ്നിയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് നരകത്തെക്കുറിച്ചുള്ള ഒരു വെപ്രാളവും അസ്വസ്ഥതയും ഒക്കെ അവരിൽ ഉണ്ടായിരുന്നു. ഒരു വെള്ളിയാഴ്ച ജുമാ ഖുത്ബയിൽ അള്ളാഹുവിന്റെ റസൂല് നരകത്തെക്കുറിച്ച് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂല് മിമ്പറിൽ നിന്ന് ഏങ്ങി ഏങ്ങി കരയുകയാണ്. റസൂലിന്റെ സ്വഹാബത്ത് അത് കേട്ടുകൊണ്ട് അവരും കരഞ്ഞു. ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു, അന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനും പുറത്തേക്ക് ഇറങ്ങിയില്ല. അസർ നമസ്കാരം വരെയും ആ പള്ളിയിൽ ഒരു വണ്ട് മൂളുന്നത് പോലെ ഒരു ഇരമ്പി കരച്ചിലായിരുന്നു. റസൂലിന്റെ സ്വഹാബത്ത് നരകത്തെ ഭയപ്പെട്ടിരുന്നു. ഒരു സ്വഹാബി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഞെട്ടി എഴുന്നേൽക്കുമ്പോ തന്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തോ കണ്ടിട്ട് താങ്കൾ ഭയപ്പെട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? ആ അനുചരൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞത്, എൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടും ഞാൻ ജാഹിലിയ കാലത്തിൽ പ്രവർത്തിച്ചിരുന്ന എൻ്റെ ആക്രമണങ്ങളും പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ടും നരകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടത്, നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു, ഈ ചുട്ടുപൊള്ളുന്ന പകലുകളിലും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നു. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ സത്യത്തിൽ നരകത്തെക്കുറിച്ചുള്ള വല്ല ഭയപ്പാടും കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ സ്വന്തം നഫ്സിനോട്, നമ്മുടെ ചിന്തകളോട് നമ്മൾ തന്നെ ചോദിക്കണം. നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം, ഒരു തെറ്റായ പ്രവൃത്തി സംഭവിച്ചു പോയിട്ട് നരകത്തെക്കുറിച്ചുള്ള അസ്വാസ്ഥ്യം കൊണ്ട് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? സത്യത്തിൽ പലതിൻ്റെ പേരിലും നമുക്ക് ഭയപ്പാടുണ്ട്. ഭാര്യ വിളിച്ചു പറയുന്നു, കോടതിയിൽ നിന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ട്, നിങ്ങളുടെ പേരതിലുണ്ട്, നിങ്ങളുടെ ഉപ്പയുടെ പേരുമുണ്ട്, നിങ്ങൾക്ക് വന്ന ലെറ്ററാണ്. ഉടനെ ഭാര്യയോട് പറയും, ആ ലെറ്റർ ഒന്ന് വാട്സാപ്പിലേക്ക് ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ടതാണ്. അതിനെക്കുറിച്ച് വായിച്ചറിയുന്നത് വരെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കും. നമ്മുടെയൊക്കെ NRC വന്നപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയപ്പാടുണ്ട്. ഈ രാജ്യം വിട്ടു പോകേണ്ടി വരുമോ? പലതിൻ്റെ പേരിൽ നമ്മുടെ മനസ്സ് ആശങ്കപ്പെടാറുണ്ട്. പക്ഷേ നാളെ വരാൻ പോകുന്ന നരകീയ ശിക്ഷയെക്കുറിച്ച്, പരലോകത്തിന്റെ ഭയാനകമായ നരകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് സൂറത്തുൽ ഫുർഖാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച റബ്ബന സ്രിഫ് അന്നാ അസാബ ജഹന്നം ഇന്ന അസാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത മുസ്തഖറൻ വ മുഖാമ. സൂറത്തുൽ ഫുർഖാനിലൂടെ ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവരുടെ മനസ്സ് എന്തെങ്കിലും അസ്വാസ്ഥ്യങ്ങളാകുമ്പോൾ നാളെ പരലോകത്തെ നരകത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും, റബ്ബന സ്രിഫ് അന്നാ അസാബ ജഹന്നം, അല്ലാഹുവേ നരകാഗ്നിയിൽ നിന്ന് നാഥ നീ ഞങ്ങളെ തിരിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ ഒഴിവാക്കണം.